CPIM ജനറൽ സെക്രട്ടറി MA ബേബി നമ്മോടൊപ്പം ചേരുകയാണ്. 1300ഓളം കിലോമീറ്ററുകൾ സഞ്ചരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ അധികാര യാത്ര അവസാനിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ തന്നെ അല്ലെങ്കിൽ ബീഹാറിനെ തന്നെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിന് ഇന്ത്യ സഖ്യത്തിനായിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷ. ഈ ജനകീയ പ്രക്ഷോഭം ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനമാണ് തെരഞ്ഞെടുപ്പ് സത്യസന്ധമായി നടക്കുക എന്നുള്ളത്. അത് അട്ടിമറിക്കപ്പെട്ട അനുഭവങ്ങളുണ്ട് എന്നുള്ളത് സൂക്ഷ്മമായ ചില പഠനങ്ങൾ നടത്തി തെളിവുകൾ സഹിതമാണ് പ്രതിപക്ഷ നേതാവ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അത്തരത്തിലുള്ളൊരു അവതരണം നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി സത്യസന്ധമായി നടക്കേണ്ട തെരഞ്ഞെടുപ്പ് എങ്ങനെ അട്ടിമറിക്കപ്പെടുന്നു എന്നത് സംബന്ധിച്ചിട്ടുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഇപ്പം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ SIR എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഓഫ് വോട്ടർ പട്ടികയുടെ തീവ്ര പുതുക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് അർഹരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നീക്കമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് എന്ന വസ്തുത ജനങ്ങളെ അറിയിച്ചുകൊണ്ട് നടന്ന വളരെ വിപുലമായൊരു ജനകീയ രാഷ്ട്രീയ ഇടപെടലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ബീഹാറിലെ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവും പിന്നെ ഇടതുപക്ഷ പാർട്ടികൾ CPIM-ഉം CPI-യും CPI-ML-ഉം പിന്നെ ബീഹാറിലെ പ്രാദേശിക പാർട്ടികളും ഇവരെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്തിയ വളരെ വലിയൊരു ജനകീയ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഇവിടെ അതിൽ പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോൾ ജൂലൈ 9-ാം തീയതി ഇതുപോലെ തന്നെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് വലിയൊരു റാലി വിവിധ പാർട്ടികളുടെ പ്രതിനിധികൾ അഖിലേന്ത്യാ തലത്തിൽ സംഘടനകളെ നയിക്കുന്നവർ പങ്കെടുത്തുകൊണ്ട് നടന്നത് ഞാൻ ഓർക്കുകയാണ്. അന്ന് തൊഴിലാളികളുടെ അഖിലേന്ത്യാ പണിമുടക്കം, സംയുക്ത പണിമുടക്കം നടന്ന ദിവസമാണ്. അപ്പോൾ തൊഴിലാളികളും കൃഷിക്കാരും അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സമരം നടത്തുന്നതിന് സമാന്തരമായിട്ടാണ് ജനാധിപത്യം കാസൂക്ഷിക്കപ്പെടണം എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള പോരാട്ടം ഇന്ത്യയുടെ നാനാഭാഗങ്ങൾ നടക്കേണ്ടത്. ആ പോരാട്ടത്തിൻ്റെ ഒരു മുഖ്യ കേന്ദ്രമായി ഇന്ന് ബീഹാർ മാറിയിരിക്കുകയാണ്. ചരിത്രത്തിൽ ബീഹാറിന് ഒരു അരനൂറ്റാണ്ട് മുമ്പ് 70കളിൽ ജയപ്രകാശ് നാരായണൻ്റെ മൂവ്മെൻ്റ് ഉണ്ടായത് വേറൊരു സാഹചര്യത്തിലാണ്. അന്നും ജനാധിപത്യം കാസൂക്ഷിക്കാൻ വേണ്ടിയിട്ട് യുവാക്കളെയും വിദ്യാർത്ഥികളെയും വലിയ തോതിൽ ഇളക്കി മറിച്ചുകൊണ്ട് ജയപ്രകാശ് നാരായണൻ നടത്തിയിട്ടുള്ള ഇടപെടൽ, അതിൻ്റെ അനന്തരഫലമൊക്കെ നമുക്കറിയാം. അതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമാകാൻ പോവുകയാണ് RSS നിയന്ത്രിക്കുന്ന ഒരു ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഭരണ സംവിധാനം ഡൽഹിയിൽ വന്നിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് തിരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിക്കുന്നവരുടെ നയം. അതിനെ ജനങ്ങൾ പ്രതിരോധിക്കും. ചെറുപ്പക്കാർ വലിയ തോതിൽ അണിനിരന്ന ഒരു പ്രക്ഷോഭമായിട്ട് ഇത് മാറിയിരിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു ഇടപെടലായി ഈ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ജനങ്ങൾ സഞ്ചരിച്ചിട്ടാണ് ഓരോ കേന്ദ്രത്തിലും എത്തിയത്. നിലവിൽ ഈ SIR-നെ ചോദ്യം ചെയ്തുകൊണ്ട് നിരവധിയായിട്ടുള്ള കേസുകൾ ഈ ഹർജി കോടതിയുടെ മുമ്പിലുണ്ട്. ഈ കോടതിയും ഈ കേസ് പരിഗണിച്ച സമയത്തുള്ള ആധാർ അടക്കമുള്ള രേഖകൾ പരിശോധനയ്ക്ക് അല്ലെങ്കിൽ ഈ പൗരത്വം ഈ വോട്ടിനുള്ള ഒരു രേഖയായി സ്വീകരിക്കണമെന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അതിലൊരു നടപടിയോ അല്ലെങ്കിൽ ഒരു വിശദീകരണമോ നൽകിയിട്ടില്ല. അപ്പോൾ ഇത് NDAക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണോ? NDA അങ്ങനെ ഒരു ഭയപ്പാട് ഉണ്ടോ? യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. TN ശേഷനെ പോലുള്ളവർ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയ സ്വതന്ത്രമായ പദവി, അതിന് യഥാർത്ഥത്തിലുള്ള ഭരണഘടനാ പദവി കാത്തുസൂക്ഷിക്കാനുള്ള അല്ലെങ്കിൽ സ്ഥാപിക്കാനുള്ള ഇടപെടൽ നടത്തിയെങ്കിൽ വളരെ അപമാനകരമായ വിധത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും എന്തിച്ഛിക്കുന്നു അത് നടപ്പാക്കുന്ന ഒരു ഉപകരണം പോലെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. സുപ്രീം കോടതി വളരെ കുറിക്കുകൊള്ളുന്ന പല ചോദ്യങ്ങളും ഇതിനിടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകാൻ വേണ്ടിയിട്ടാണ്, വോട്ടവകാശത്തിൽ നിന്ന് ആളുകളെ നീക്കം ചെയ്യാനല്ല ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ഉപകരിക്കേണ്ടത് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. പക്ഷേ സുപ്രീം കോടതി എത്രമാത്രം ഉറച്ച് അവസാന വിധി പറയുമ്പോൾ നിൽക്കും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. അപ്പോൾ കോടതികൾ ഇടപെടാനടക്കം പറയുന്നതിൽ വിഷമമുണ്ട്.
കേന്ദ്ര ഗവൺമെൻറ് കോടതികൾ സ്വാധീനിക്കാനടക്കം നടത്തുന്ന ശ്രമങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സുപ്രീം കോടതി അതിനൊന്നും വശമതമാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ഈ ബീഹാറിന് ശേഷം ബംഗാളിലേക്ക് SIR നീട്ടാനുള്ളൊരു നീക്കമുണ്ട്. അപ്പം അടുത്ത വർഷം കേരളം പിന്നെ ബംഗാൾ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പം രാജ്യവ്യാപകമായിട്ടുള്ളൊരു പ്രതിഷേധത്തിലേക്ക് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു നീക്കമുണ്ടോ? ഈ വിഷയം രാജ്യവ്യാപകമായൊരു പ്രക്ഷോഭത്തിന് ഉപയോഗപ്പെടുത്തണം. കാര്യം രാജ്യവ്യാപകമായി പ്രക്ഷോഭം നടത്തിയില്ലെങ്കിൽ വോട്ടവകാശം കവർന്നെടുക്കപ്പെടും. തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ ഇല്ലാതായെന്ന് വരും. ഹിറ്റ്ലർ 1933 ജർമ്മനിയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ന്യൂറൻബർഗ് അമെൻമെൻ്റ് എന്ന് പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ്, വോട്ടവകാശം ഇതിന്മേലെല്ലാം ഇടപെടുന്ന സമാനമായ ചില ഭേദഗതികൾ വന്നിരുന്നു എന്നുള്ളത് ഓർക്കണം. അതിനുശേഷം ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പ് തന്നെ ഇല്ലാതായി. അപ്പം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത് നരേന്ദ്രമോദിയുടെയും RSSൻ്റെയും ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഈ ഭരണത്തിൻ്റെ അവസാനത്തിൻ്റെ ആരംഭമാണ് ബീഹാറിൽ ഇപ്പോൾ നടക്കുന്ന ഈ സമരത്തിലൂടെ ചെന്നെത്താൻ പോകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷം എങ്ങനെയാണ് കാണുന്നത്? NDAക്ക് വലിയ തിരിച്ചടിയാകുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? കാരണം വിവിധ മണ്ഡലങ്ങളിൽ CPIM-നും അതോടൊപ്പം മറ്റു ഇടത് പാർട്ടികൾക്കൊക്കെ വലിയ ആധിപത്യമുള്ള മേഖലകളുണ്ട്. അപ്പം NDAക്ക് ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കും? ഈ തെരഞ്ഞെടുപ്പ്, ബീഹാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ വലിയ സ്വാധീനം ചെലുത്തുന്നൊരു തെരഞ്ഞെടുപ്പാണ്. വോട്ട് കള്ളത്തരം നടന്നില്ലെങ്കിൽ, തെരഞ്ഞെടുപ്പ് പ്രക്രിയ നേരെ ചൊവ്വേ നടക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിയും നിതീഷ് കുമാറും ചേർന്ന് തുന്നിക്കൂട്ടിയിട്ടുള്ള ഈ അവസരവാദപരമായ ബീഹാറിലെ സഖ്യം അത് നിലംപൊത്തും. ഇന്ത്യയിൽ നിന്ന് RSS നിയന്ത്രണത്തിലുള്ള BJP ഭരണത്തെ തുടച്ചുമാറ്റാനുള്ള പോരാട്ടത്തിൻ്റെ ആരംഭം കുറിക്കും ബീഹാറിൽ എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. തീർച്ചയായും ഭദ്ര, അങ്ങനെ തന്നെയാണ്. നിലവിൽ ഈ ബീഹാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് അത് NDA സഖ്യത്തിന് വലിയ തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ MABP പ്രതികരിച്ചിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കുകയാണ്. പട്നയിലെ ഗാന്ധി മൈതാനിലാണ് ഈ സമാപന സമ്മേളനം. വിവിധ നേതാക്കൾ ഇതിനോടകം തന്നെ പട്നയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഗാന്ധി മൈതാനിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ അത് വലിയ അലയൊലികൾ രാജ്യത്ത് തീർക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ MABP അടക്കമുള്ള നേതാക്കൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത്. രാഹുൽ ഗാന്ധി നയിച്ചിട്ടുള്ള ഈ പദയാത്രയും അതോടൊപ്പം മറ്റും പ്രതിഷേധ സംഗമങ്ങളൊക്കെ തന്നെയും NDA ഘടകത്തിന് വലിയ തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു വലിയ പ്രതിഷേധം അത് എല്ലാ പാർട്ടികളും ഒരുപോലെ ഏറ്റെടുക്കുകയും ബീഹാറിൽ വലിയ ഒരു പ്രക്ഷോഭമായി മാറാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഉച്ചയോട് കൂടിയാണ് ഈ സമാപനം ഉണ്ടാവുക. അതേസമയം മറ്റു സംസ്ഥാനങ്ങളിലേക്കൊക്കെ തന്നെ ഈ SIR വ്യാപിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമത്തിനെയും അത് വലിയ ശക്തി കൊടുത്തത് തന്നെ ചെറുത്തു നിൽക്കുമെന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ അറിയിക്കുകയും ചെയ്യുന്നത്.